ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എവിടം വരെയായി? പഠിക്കുന്നുണ്ടോ? അതല്ല കുറേ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? LD ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ പോസ്റ്റുകൾ ഇനി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രഹസനങ്ങളൊക്കെ നടന്ന ഒരു ടൈമാണ് ഇതുവരെ കടന്നു പോയിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടിയില്ലേ? ഈ ഇത്തരത്തിലുള്ള ന്യൂസൊക്കെ ഫേക്കാണെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ PSC ഇതിനൊക്കെ ഒരു ഓർഡർ ഇട്ടാൽ മാത്രമേ അതൊക്കെ ഒരു ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഒരു ന്യൂസിന് വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ആവാം. ചിലപ്പം സത്യമായിരിക്കാം, ചിലപ്പോൾ അത് ഒരു ഫേക്കായ ന്യൂസുമായിരിക്കാം. പക്ഷേ നമുക്കവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിത്തത്തെ അത് കുറച്ചെങ്കിലും അത് ബാധിക്കും എന്നുള്ളതാണ്. ഇനി PSC ആളെ എടുക്കൂലേ, പഠിച്ചിട്ട് കാര്യമില്ലേ, ഇങ്ങനെ ഒരുപാട് ചിന്തകളായിട്ടായിരിക്കും നമ്മൾ അപ്പോൾ പഠിക്കാനിരിക്കുന്നത്. അങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മനസ്സ് ബാക്കടിച്ച് പോകാറുണ്ട്. ഇങ്ങനെ ബാക്കടിച്ച് പഠിക്കണോ, എന്ത് ചെയ്യണം എന്നാലോചിച്ചിരിക്കുകയാണോ ഇപ്പോൾ നിങ്ങളെല്ലാവരും? അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും റീസ്റ്റാർട്ട് ചെയ്യുക. ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിന്നിട്ടുള്ളവർ, ബ്രേക്ക് എടുത്തിട്ടുള്ളവർ ഉറപ്പായും റീസ്റ്റാർട്ട് ചെയ്യുക തന്നെ വേണം. എന്താണെന്ന് വെച്ചാൽ ഇനി എങ്ങനെയായാലും ഇനിയിപ്പം LD ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ പോസ്റ്റുകൾ ഇനി വിളിക്കുന്നില്ല എന്ന അവസ്ഥ തന്നെ ആയാൽ പോലും ഇതുവരെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA വിളിച്ചിട്ടുള്ളിടത്തേക്ക് തന്നെ ഒരു 10-300 ചില്ലറ പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും അത് ഉണ്ടാകും. ആ ഒഴിവിലേക്ക് ആളെ എടുക്കും എന്ന ചിന്താഗതിയിൽ പഠിക്കാനിരിക്കുന്ന ഒരുപാട് പേർ പഠിക്കുന്നുണ്ടാവും. അതല്ല ഇത് ഒരു നെഗറ്റീവായി കണ്ട് ഇനി പഠിക്കണോ എന്ന് ചിന്തിച്ചിരുന്നവർക്കായിരിക്കും ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായും റീസ്റ്റാർട്ട് ചെയ്യുക. ഫുൾ എനർജിയോടെ തന്നെ പഠിക്കാനിരിക്കുക. എനിക്കങ്ങനെ ഒരു കൺഫ്യൂഷൻ, എന്താ ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു 2 ദിവസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ധനമന്ത്രിയുടെ പോസ്റ്റ് തന്നെ വരുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്നു എന്ന രീതിയിലുള്ള നല്ലൊരു ന്യൂസായിട്ട് തന്നെയാണ് അത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇനി എനിക്ക് ആദ്യം റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല എന്തൊക്കെയോ ഒന്നാമത് റിസൾട്ട് വന്നിട്ടില്ല. 10th പ്രിലിംസിൻ്റെ റിസൾട്ട് വരാത്തത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മടി പിടിക്കുന്ന ഒരു സംഭവമായിട്ടാണ്, എന്നെ ബാക്കടിപ്പിക്കുന്നുണ്ട്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് എൻ്റെ സത്യം പറഞ്ഞാൽ ഇതുവരെയുള്ള പഠിത്തത്തിൽ കുറച്ച് ദിവസം പഠിക്കും, കുറച്ച് ദിവസം പഠിക്കുന്നില്ല, ആ ഒരവസ്ഥയിലേക്ക് കുറച്ചെങ്കിലും ഞാൻ പോയിട്ടുള്ളത് റിസൾട്ട് വരാത്തത് കൊണ്ടാണ്. ഇങ്ങനെയാണോ നിങ്ങൾക്കും? പഠിക്കാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറേ ചിന്താഗതികളിലൂടെയാണോ പോകുന്നത്? എന്തു തന്നെയായാലും പഠിക്കാൻ ബ്രേക്ക് ആയിട്ടുള്ള, ഇടയ്ക്ക് സ്റ്റക്കായിട്ടുള്ള എല്ലാവരും വീണ്ടും പഠിക്കാനിരിക്കുക. ഇനി ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വീണ്ടും ടൈം ടേബിൾ തയ്യാറാക്കി നമുക്ക് പറ്റുന്ന ടൈം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വീണ്ടും പഠിക്കാൻ റീസ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട് എന്തായാലും ഈ മാസം വരും തന്നെ എന്ന് പ്രതീക്ഷിക്കാം. ഈ ആഴ്ച തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയായാലും പഠിച്ച് നല്ല റാങ്കിൽ തന്നെ എത്താൻ ശ്രമിക്കുക. മാക്സിമം 100-നുള്ളിൽ എത്താൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ടെൻഷൻ അടിച്ചിരിക്കേണ്ടതില്ലല്ലോ, ഇനി ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ വേണ്ടതില്ലല്ലോ. അങ്ങനെ എല്ലാവരും 100 റാങ്കിൽ എത്താൻ മാക്സിമം ശ്രമിക്കുക. നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോഴത്തെ ഒരു PSC പഠിത്തത്തിൽ. നല്ല കോമ്പറ്റീഷൻ തന്നെ എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പഠിക്കുക. അതിനായി നമ്മൾ സോഴ്സ് പലതും എടുക്കേണ്ടി വരും. ചിലപ്പം പെയ്ഡ് ക്ലാസ് എടുത്ത് ചെയ്യുന്നവരുണ്ടാകും, അല്ലാണ്ട് സെൽഫായിട്ട് ചെയ്യുന്നവരും ഉണ്ടാകും. എങ്ങനെയായാലും നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചെടുത്ത് നല്ല റാങ്ക് എടുക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. റീസ്റ്റാർട്ട് ചെയ്യുക.